പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മിക്ക പ്രവചനം 5-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം. കർത്താവിന്റെ ശക്തിയോടെ, തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവൻ വന്ന് തന്റെ ആടുകളെ മേയ്ക്കും. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് കേട്ടോ. തന്റെ ആടുകളെ മേയ്ക്കും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അതായത് ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവാചകൻ പറയുന്നതാണ് സഹോദരങ്ങൾ ഈ ഒരു വാഗ്ദാനം. ഇന്ന് ശരിക്കും ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജനമാണ് നാം സുരക്ഷിതരായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നുന്നില്ലെങ്കിൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കുഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ. ഈ ഗ്രൂപ്പിൽ ഈ വചന ഡിസ്കഷൻ നടത്തിയപ്പോൾ പക്ഷെ നമ്മൾ അങ്ങനെ നമുക്ക് സുരക്ഷിത അങ്ങനെ ഒരു ഫീലില്ലല്ലോ. പലപ്പോഴും ഭയങ്കര ശൂന്യതയും അരക്ഷിതാവസ്ഥയും എന്ത് നടക്കുന്നുള്ള ചിന്തയൊക്കെ അല്ലേ ഇതിന്റെ വിഷയം. എന്താണെങ്കിൽ സഹോദരങ്ങൾ, വിശുദ്ധ ഗ്രന്ഥത്തിൽ 8,000-ത്തിലധികം വാഗ്ദാനമാണ് സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ ഈ വാഗ്ദാനങ്ങളിൽ ഒരൊറ്റ വാഗ്ദാനം പോലും നിറവേറണമെങ്കിൽ പ്രിയ സഹോദരങ്ങൾ, ഈ വാഗ്ദാനത്തിൽ നാം വിശ്വസിക്കണം. വാഗ്ദാനം വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. അതായത് അബ്രഹാം തന്റെ ശരീരം 100 വയസ്സായി മൃതപ്രായമായെന്നും സാറായിയുടെ ഉദരം വന്ധ്യമാണെന്ന് കണ്ടവൾ വിശ്വസിച്ചു. അതാണ് സഹോദരങ്ങളെ, അതായത് ഈ വാഗ്ദാനങ്ങളെല്ലാം ദൈവിക സംരക്ഷണം അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത് ഈ വാഗ്ദാനം വിശ്വസിക്കുമ്പോഴാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വചനം ഒരു പക്ഷേ നിങ്ങളത് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ശരിക്കും ഒരു 4-5 തവണ ഈ വചനം വായിക്കണം. അല്ലെങ്കിൽ ഒരു 10-15 തവണ എഴുതാൻ പറ്റുവാണെങ്കിൽ എഴുതണം. എന്നിട്ട് നമ്മളൊരു സുരക്ഷിതത്വം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, ദൈവമേ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ നോമ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുന്നത്, അതെല്ലാം കാഴ്ചവെക്കണം. വെറുതെ ഞാൻ ഓർക്കുന്നുണ്ട് സഹോദരങ്ങൾ, ഒരു കാലഘട്ടത്തിൽ ഞാൻ നോമ്പും ഉപവാസമൊക്കെ കറക്റ്റായിട്ട് എടുക്കും. പക്ഷെ അതൊക്കെ കാഴ്ച സമർപ്പിക്കുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ചിലപ്പോഴൊക്കെ വീഴ്ചകൾ വരാറുണ്ട്. അങ്ങനെയല്ല, നമ്മളൊരു നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കർത്താവേ ഇന്നത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാഴ്ചവെക്കുന്നു, ഇത് ലഞ്ച് ഞാൻ കാഴ്ചവെക്കുന്നു, ഇത് സപ്പർ ഞാൻ കാഴ്ചവെക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നോമ്പെടുക്കുന്നതും ഈ ശരീരം കുറയാൻ വേണ്ടി ഡയറ്റ് എടുക്കുന്നവരും തമ്മിലൊരു വ്യത്യാസമില്ലാണ്. അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയല്ലല്ലോ അല്ലേ? അപ്പോൾ ശരിക്കും അങ്ങനെ നമ്മൾ കാഴ്ചവെക്കുമ്പോഴാണ് അതൊരു ബ്ലെസ്സിങ് ആവുന്നത്. അപ്പോൾ ഈ ഒരു വചനം വിശ്വസിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങളെ കാഴ്ചവെക്കുന്നു എന്ന് പറയണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും ആമേൻ.